ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്കത് ഇരുട്ടാണ്, പെട്ടൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്, അരി അടുപ്പിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കടലയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ. അപ്പോൾ ഇനി ഇടിയപ്പം കടലക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് ആദ്യം തന്നെ കടല അടുപ്പ് വയ്ക്കാനായിട്ട് സവാളയൊക്കെ വാട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടലയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കിളിമീനായിരുന്നേ, തലേദിവസം വെട്ടി വയ്ക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാവേ. പിന്നെ ബീൻസും ക്യാരറ്റും കൂടി തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഉപ്പും കായൊക്കെ തേച്ചിട്ട് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മീനും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തോരൻ റെഡിയാക്കുന്നുണ്ട്. ഇടിയപ്പത്തിൻ്റെ ചുറ്റാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിയപ്പം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് കുറേയൊക്കെ പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മീൻ പൊരിക്കാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ബാക്കി കുറച്ച് അത് ഞാൻ കുറച്ച് പൊരിച്ചിട്ടുണ്ടായിരുന്നേ ഇക്കുന് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴേക്കും റെഡിയായില്ലെങ്കിലും ഇടിയപ്പം റെഡിയായില്ലെങ്കിലും ഒന്ന് കരുതിയിട്ട് ഞാനിത് മാറ്റി വെച്ചതാണ്. പിന്നെ ഇത് ബാക്കി ഇവിടെയൊക്കെ പൊരിക്കുന്നത്. ഇനി ഇടിയപ്പം രണ്ടാമത്തെ ബാക്കി കൂടി ബാലൻസ് കൂടി ചുറ്റിയിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. മെഹറും അതിൻ്റെ ഇടയ്ക്ക് രാവിലെ മദ്രസയിൽ കൊണ്ടേ ആക്കും കേട്ടോ. 6:30-ക്കാണ് കേട്ടോ അവർക്ക്. അപ്പോൾ അവളെ കൊണ്ടേ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവളെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ തോരൻ ക്യാരറ്റും ബീൻസും കൂടിയുള്ള തോരനാണ് കേട്ടോ, അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ കിളിമീൻ കറിയാണ്, കിളിമീൻ മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കിളിമീൻ പൊരിച്ചതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് മോരുകൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. വെറുതെ നമ്മൾ മുളകൊക്കെ ഇട്ടിട്ട് എടുക്കൂലേ, അതുപോലെ ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇടിയപ്പമൊക്കെ പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെക്കുവാണ്. രാവിലെ ഇക്കു പോകുമ്പോൾ തന്നെ നമ്മുടെ അടുക്കളയിലേക്കൊക്കെ ഓൾമോസ്റ്റ് കഴിയും കേട്ടോ. പിന്നെ നമുക്കെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മെഹറിന് മദ്രസയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ പിന്നെ ഇക്കു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഹറിനെ പോയി മദ്രസയിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവളെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൾ പോയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കി പെട്ടെന്ന് തന്നെ തുടച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അയറുവിന് വിടാനായിട്ട്. അയറ് നല്ല ഉറക്കമാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മെഹറു റെഡിയായി പുറത്ത് നിൽക്കുവാണ് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പുതിയതല്ല, എൻ്റെ മണി പ്ലാന്റാണ് കേട്ടോ. എനിക്ക് മണി പ്ലാന്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, മണി പ്ലാന്റ് എസ്പെഷ്യലി കുറച്ചുകൂടി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അയറുവിനെ എഴുന്നേപ്പിച്ച് അംഗൻവാടി വിട്ടിട്ട് വേണം കേട്ടോ. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇടാമേ. അപ്പോൾ അതാ ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. അവൾ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ, ബൈ.